ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം കിടക്കുന്ന ആ വഴി കൂടെ ജീന വരികയാണ്. അപ്പോൾ ഒരാൾ കിടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ അടുത്ത് വന്ന് നോക്കുകയാണ്. ഒന്ന് മാറിക്കെടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് വിക്രമാണെന്ന് ജീനയ്ക്ക് മനസ്സിലാവുന്നത്. ഇത് വിക്രമാണല്ലോ, വിക്രം വിക്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ വിക്രം എഴുന്നേൽക്കുന്നില്ല. വേഗം തന്നെ ജീന തൻ്റെ ഓട്ടോയിൽ പോയിട്ട് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് വേദന നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അപ്പുമോള് ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടിട്ടാണ് അപ്പുമോള് ഗെയിം കളിക്കുന്നത്. അപ്പോൾ വേദ വന്നിട്ട് മോളോട് പറഞ്ഞു, മോളെ ഗെയിം കളിച്ച് ഒക്കെ മതി, കുറേ നേരമായല്ലോ, ഇനി പോയി കിടന്ന് ഉറങ്ങുന്നതെന്ന് പറയട്ടോ. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കിയിട്ട് ഇത് ആരാ ഫ്ലൈറ്റ് മോഡ് ഓണാക്കി? അത് ഞാനാ. അതെന്തിനാ അങ്ങനെ ചെയ്തത്? അത് ഫ്ലൈറ്റ് മോഡ് ഓണാക്കി പിന്നെ നമ്മൾ ആരും ശല്യം ചെയ്യില്ല. ഇത് ചെറിയച്ഛനെ പറഞ്ഞു തന്ന ബുദ്ധിയാണ്. മോളുടെ ചെറിയച്ഛൻ അങ്ങനെ കുരുട്ട് ബുദ്ധിയൊക്കെ അറിയാം. ഇപ്പോൾ തൽക്കാലം മോള് പോയി കെടുക്കുക എന്ന് പറഞ്ഞിട്ട് വേദം മോളെ പറഞ്ഞയക്കുന്നുണ്ട്. ഇതേ സമയം ജീന നേരെ വിക്രത്തിനെ ഓട്ടോയിലാക്കി കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് രാധയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. രാധേ, നീ എൻ്റെ വേഗം തന്നെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വാ, വിക്രം എൻ്റെ കൂടെയുണ്ട്. വിക്രം എന്താ ജീനയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, വിക്രം എൻ്റെ കൂടെയുണ്ട്, ഒരു ആക്സിഡൻ്റ് ആണ്, നീ വേഗം തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുകയാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ എത്തി എന്ന് പറഞ്ഞിട്ട് രാധയും അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് ജീന ഹോസ്പിറ്റലിലേക്ക് വിക്രത്തിനെ വരികയാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സ്ട്രെച്ചറിലൊക്കെ ആക്കി അകത്തേക്ക് കൊണ്ടുപോകണം. ഈ സമയം കൊണ്ട് തന്നെ രാധ അവിടേക്ക് എത്തുകയും ചെയ്തു. അയ്യോ, എൻ്റെ വിക്രത്തിന് എന്ത് പറ്റി ജീനെ എന്നൊക്കെ ചോദിച്ചിട്ട് രാധ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വേഗം തന്നെ വിക്രത്തിനെ ഐസിയിലേക്ക് മാറ്റി ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയാണ്. രാധയാണെന്നുണ്ടെങ്കിൽ ജീനയുടെ തോളിൽ വീണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ വരികയാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് രാധ ഓടിച്ചു നിന്നിട്ട് കാര്യം ചോദിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത്, എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, തലയിലെ മുറിവുണ്ട്, അത് ചെറുതായിട്ടുള്ളൂ, സ്കാനിങ്ങിലൊന്നും പ്രശ്നമില്ല, ഈ മെഡിസിൻ വാങ്ങിക്കാൻ പറയുകയാണ്. മെഡിസിന് കാശൊന്നും രാധയുടെ കയ്യിലില്ല. ജീന നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ നോക്കുമ്പോൾ ജീന പൈസ ഒക്കെ എടുത്തു കൊടുക്കുകയാണ്. അത് വീട്ടിലറിയിക്കണ്ടേ, വേദന അറിയിക്കണ്ടേ ചോദിക്കുമ്പോൾ വേണ്ട എടി, ഈ വേദന അറിയിക്കാതെ എങ്ങനെയാണ്, വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞത്, അമ്മനെ അറിയിക്കണ്ടേ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പറഞ്ഞല്ലോ അന്ന് അവരുടെ റൂമിൽ അവർ ഭാര്യയും ഭർത്താവും മാത്രമാണുള്ളത്, ഭർത്താവിനെ ഭാര്യയാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്, നീ അവിടേക്ക് ചെല്ലരുത്, അച്ഛമ്മ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ലേന്ന് കമലമ്മ രാധയോട് പറഞ്ഞ കാര്യം ഓർക്കാണ് കേട്ടോ. അപ്പോൾ അതും വേണ്ടാന്ന് തന്നെ രാധ തീരുമാനിക്കുകയാണ്. ഇതേ സമയം വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിന് ആരോ തൻ്റെ അച്ഛൻ ശ്രീകാന്തൊക്കെ കൂടി കൊല്ലുന്നതായിട്ടുള്ള സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എഴുന്നേറ്റ് പുറത്തൊക്കെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തൊന്നും വിക്രത്തിനെ കാണുന്നുമില്ല, വിക്രം അതുവരെ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ ഫോണിലേക്ക് വേദ വിളിക്കുകയാണ്. വേദ വിളിക്കുമ്പോൾ തന്നെ രാധ വേഗം തന്നെ വന്നിട്ട് ആ ഫോൺ എടുത്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. രണ്ടാമത് വിളിച്ച് നോക്കുമ്പോൾ വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. വേദ ആകെ ടെൻഷൻ അടിക്കുകയാണ്. ഇതേ സമയം രാധ മനസ്സിലാലോചിക്കും, നാളെ കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണമല്ലേ, ആ കല്യാണം എങ്ങനെ നടക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ ഒരു പ്രതികാരത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ഛമ്മ വീട്ടിലേക്ക് വരികയാണ്. നന്ദിനി മുറ്റടിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ മാറണം വന്നോ, ഞാൻ ആലോചിച്ചതേ ഉള്ളൂ, കിട്ടിയെടുത്തല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണം കേട്ടോ മനസ്സിൽ. അപ്പോഴേക്കും അച്ഛമ്മനെ കാണുമ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വേദം നിൽക്കണതാണ്. എന്താടി നന്ദിനി നീ ഇങ്ങനെ കുന്തം പിഴുങ്ങിയ പോലെ നിൽക്കുന്നത്, ഈ നേരത്താണോ ഇവിടെ മുറ്റടിക്കുന്നത്? 10 മണിക്ക് രാവിലെ അല്ലേ ചേഷ്ടനകത്ത, അല്ലാതെ ഈ നേരത്താണ് നട്ടുച്ചയ്ക്ക് എന്നൊക്കെ ചോദിക്കണം. അയ്യോ അച്ഛമ്മ, അത് പിന്നെ വേറെ പണികളുണ്ടായതുകൊണ്ട് ആദ്യം മുറ്റടിക്കുകയാണ് ചെയ്യുക, അതിന് ശേഷം വല്ല പണികളൊക്കെ ചെയ്യാടി എന്ന് പറയാൻ കേട്ടോ. നീ എന്താ ഒന്നും മിണ്ടാത്ത ഒരു ഏതോ പരിഹാസം പോലെ, അതൊന്നും ഇല്ല അച്ഛമ്മേ, വായു വന്നാട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ. നിൻ്റെ വർത്തമാനത്തിൽ ഒരു പരിഹാസം ഉണ്ടല്ലോ, എനിക്ക് പിന്നെ എൻ്റെ മോൻ്റെ വീട്ടിലേക്ക് വരണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനെന്താ അച്ഛമ്മേ, വരണമല്ലോ, നാളെ കല്യാണമല്ലേ, അപ്പോൾ എന്തായാലും അച്ഛമ്മ വരണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ആ പെട്ടി വേഗം അകത്തേക്ക് എടുത്ത് വയ്ക്കുകയെന്ന് പറയും. അപ്പോഴേക്കും വേദയും അമ്മ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അമ്മ വന്നോ എന്ന് കമല ചോദിക്കുകയാണ്. എന്നിട്ട് പിന്നെ അവർ സംസാരിക്കാൻ കേട്ടോ. പിന്നെ ഞാൻ പിന്നെ വരാതിരിക്കുമോ എൻ്റെ ചെറുമാൻ്റെ കല്യാണത്തിന് എന്നൊക്കെ പറയട്ടോ. വിക്രയുടെ ചോദിക്കണം. അപ്പോൾ നന്ദിനി അത് അച്ഛൻ പറഞ്ഞില്ലേ, വിക്രം ഇവിടെ ഇല്ല, കണ്ടില്ലേ, വിക്രത്തിന് വണ്ടിയില്ല, എന്ത് പറ്റി എന്ന് ചോദിക്കട്ടോ. വിക്രം ഇന്നലെ രാത്രി വന്നിട്ടില്ലേ? രാത്രി വന്നില്ലേ? ഇല്ല, വന്നിട്ടില്ല എന്ന് പറയട്ടോ. വേദ വരുമായിരിക്കും, വരും എന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനി വരണമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി ഇങ്ങനെ വേദന അർത്ഥം വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട്, അതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇട്ടിട്ട് ഉള്ളതല്ലേ, അവൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ദൂരെ യാത്രയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരാം. അപ്പോൾ അച്ഛൻ പറയാം, അത് എന്ത് പണിയാണ് കമലേത്, അവനില്ലാതെ എങ്ങനെയാണ്, അവൻ നാളെ ഈ വീട്ടിലുണ്ടാവേണ്ടതല്ലേ. വിനായക നീ ഒരു കാര്യം ചെയ്യ്, നീ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക അവനെന്ന് പറയട്ടോ. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, ഞാൻ എവിടെ പോയിട്ട് അന്വേഷിക്കാനാണ് അമ്മേ, അവൻ എവിടെയെങ്കിലും ഉണ്ടാവും, അവൻ എന്തായാലും ഇന്ന് വരും
എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നത് ആ ശരിയാണ്, എന്തായാലും ഒന്ന് വരും എന്ന് പറയട്ടോ. അപ്പോൾ അർത്ഥം വെച്ച് നന്ദിനി ഇങ്ങനെ വരും വരും എന്നിങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അപ്പോഴേക്കും മോള് വരികയാണ് കേട്ടോ. അപ്പം മോള് വിശ്വൻ്റെ മോള് വന്നിട്ടുണ്ടോ, മോള് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ വിളിക്കുകയാണേ. മോളെ അച്ഛമ്മ ഒരുപാട് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ മോൾക്ക് തരാട്ടോ എന്ന് പറയട്ടോ. വാ അകത്തേക്ക് വന്നിട്ട് എല്ലാവരും കൂടെ കയറുമ്പോൾ നന്ദിനി കൂടെ കയറുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അതേ നീ എവിടേക്കാ, അത് അടിച്ചു തീർക്കാനുള്ളതേ മുഴുവൻ അടിച്ചു തീർത്തതിന് ശേഷം അകത്തേക്ക് വന്നാൽ മതി എന്ന് പറയട്ടോ. എന്നിട്ട് അച്ഛമ്മ പോകും. നന്ദിനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നിങ്ങളുടെ ഒരു അച്ഛമ്മ ശരിയാക്കി തരുന്നുണ്ട്, ഒരു കല്യാണം കൂടാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് വീണ്ടും മുറ്റടിച്ച് തുടങ്ങുകയാണ്. ഇതേ സമയം വേദയാണെന്നുണ്ടെങ്കിൽ രാജേട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ രാജേട്ടനോട് ചോദിക്കുന്നത് വിക്രം അവിടെ ഉണ്ടോ ചോദിക്കും. വലിയ മോളെ വിക്രം ഇന്ന് വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല എന്ന് പറയട്ടോ. വിക്രം ഇവിടെ വന്നിട്ടില്ല, ഇന്നലെ രാത്രി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ശരി ഞാൻ പുളിക്കനെ നമ്പർ അയച്ചു തരാം, ശ്രീൻ സാറിനൊന്ന് വിളിച്ച് നോക്കാൻ ഇതിന് ചോദിക്കും. ശ്രീൻ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എങ്കിൽ ഞാൻ പുളിക്കനെ നമ്പർ അയച്ചു തരാം എന്നിട്ട് പുളിക്കനെ നമ്പർ അയച്ചു കൊടുത്തിട്ട് ശ്രീൻ സാറിൻ്റെ കൂടെ ഉള്ള ആളാണ് പുളിക്കൻ. അപ്പോൾ പുളിക്കനെ വിളിച്ച് നോക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ശ്രീൻ സാറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, സാർ ഒരു അർജൻറ്റ് മീറ്റിങ്ങിലാണ്. അപ്പോൾ വിക്രം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. വിക്രം ഇല്ലല്ലോ, ഇന്നലെ ശ്രീൻ സാറിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് വരണമെന്ന് പറഞ്ഞിട്ട് അതായത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത ആളാണ്, പിന്നെ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അയ്യോ ഇന്നലെ അപ്പം തന്നെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വഴിയിൽ ഇറക്കി വിട്ടിട്ടാണ് പോയതെന്ന് പറഞ്ഞിട്ട്. ആണോ, അപ്പോൾ പിന്നെ എന്ത് പറ്റിയാവോ, ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചതിന് ശേഷം വേദനെ വിളിച്ച് വിവരം അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുകയാണേ. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ വേദയ്ക്ക് ആകെ സങ്കടമാവണം, ശ്രീനി സാറിൻ്റെ അടുത്തും കൂടെ ചെന്നിട്ടില്ലല്ലോ. ആ സമയത്ത് വിശ്വനും ശ്രീജിയും മോൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദ അവിടേക്ക് വരാൻ കേട്ടോ. വിശ്വേട്ട എന്ന് വിളിക്കുമ്പോൾ എന്താ മോളെ എന്തോ ഒരു സങ്കടത്തോടു കൂടി വിളിക്കുന്നത്, എന്ത് പറ്റി എന്ന് പറയട്ടോ. അപ്പോൾ ശ്രീജൻ ചോദിക്കുന്നത് എന്താ പറ്റി, എന്ത് പറ്റി വേദ എന്ന് ചോദിക്കുന്നുണ്ടോ. അത് വിക്രത്തിനെ കാണാനില്ല, വിക്രം ഇതുവരെ വർക്ക്ഷോപ്പിലൊന്നും ചെന്നിട്ടില്ല, ശ്രീനി സാറിൻ്റെ അടുത്തുമില്ല എന്നൊക്കെ പറയുകയാണ്. അത് സാരില്ലേ മോളെ, അവനിത് പതിവുള്ളതാ, അവൻ വരും, അതല്ല ഇതതുപോലെയല്ല, എന്തോ വിക്രത്തിന് എന്തോ ആപത്ത് സംഭവിച്ചിരുന്നു എൻ്റെ മനസ്സ് പറയുന്നു, വിശ്വേട്ടനൊന്ന് ചെന്ന് നോക്കും. അപ്പോൾ ശ്രീജ പറയും ചെല്ലി വിശ്വേട്ടാ എവിടെയെങ്കിലും ചെന്ന് നോക്ക് എന്ന് പറയട്ടോ. ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്നിട്ട് വിശ്വൻ നമ്മുടെ വിക്രത്തിനെ അന്വേഷിച്ച് പോവുകയാണ്. ഇതേ സമയം ഹോസ്പിറ്റലിൽ വിക്രത്തിന് ഇങ്ങനെ ബോധം തെളിയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിക്രം ഇങ്ങനെ എഴുന്നേൽക്കാണ്, തലയൊക്കെ വേദനിച്ചിട്ട് ആകെ വയ്യ. അപ്പോൾ വിക്രം രാധ വന്നിട്ട് വിക്രത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട് അതെ നമ്മൾ സേഫായ സ്ഥലത്താണ്, പേടിക്കേണ്ട ഒന്നുമില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വീട്ടിലറിയിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ വരികയാണ് കേട്ടോ. ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വിക്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ രാധ പറയുന്നുണ്ട് ആക്സിഡൻ്റാണ് സാർ, ഇടിച്ചിട്ട് വണ്ടി നിർത്താതെ പോയി. അപ്പോഴാണ് വിക്രത്തിന് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ആണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ വിക്രം പറയും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അതെന്താ ഡോക്ടർ ചോദിക്കുമ്പോൾ അല്ല ആരാന്നറിയാതെ വെറുതെ എന്തിനാന്ന് ചോദിക്കട്ടോ. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എടുക്കട്ടെ, നാളെ ഡിസ്ചാർജ് ആവാം, ഇനി കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ തന്നെ കൊടുത്താൽ മതി എന്ന്. ഇപ്പോൾ വിക്രം ചോദിക്കുന്നത് വീട്ടിൽ അറിയിക്കേണ്ടേ ചോദിക്കുമ്പോൾ അതൊക്കെ അറിയിക്കാം. വിക്രം ഇപ്പോൾ തൽക്കാലം നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങ് നല്ല പോലെ ഉറങ്ങാൻ പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് കഞ്ഞിക്ക് വേണ്ടി പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.